മലയാള ചലച്ചിത്ര പുരസ്കാര വിഭാഗത്തിൽ മികച്ച പുസ്തകത്തിനുള്ള ബഹുമതി തേടിയെത്തിയ CS മീനാക്ഷി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എല്ലാവിധ ആശംസകളും. എങ്ങനെ തോന്നുന്നു? ഇങ്ങനെ ഒരു പുരസ്കാരം പ്രതീക്ഷിച്ചതാണോ? വളരെ സന്തോഷം. പുരസ്കാരം പ്രതീക്ഷിച്ചോന്ന് ചോദിച്ചാൽ ഇത് സിനിമാ പാട്ടുകളെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിൻ്റെ ഒരു സാമൂഹിക സാംസ്കാരിക ഭാവങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്ന ഒരു കൃതിയാണ്. അപ്പോൾ സാധാരണയായി സിനിമയെക്കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾക്കാണ് പുരസ്കാരം കൊടുക്കാറ്. അപ്പോൾ അത്രയും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ കിട്ടിയപ്പോൾ വളരെ സന്തോഷം. പെൺപാട്ടു താരകൾ, അത് യഥാർത്ഥത്തിൽ ഈ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സ്ത്രീകളെക്കുറിച്ചുള്ള അവരുടെ ഒരു പാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പഠനമാണ് യഥാർത്ഥത്തിൽ, അങ്ങനെയല്ലേ പറയുന്നത് അതിനെക്കുറിച്ച്? അത് മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ സ്ത്രീകളെ ആവിഷ്കരിക്കുന്ന വിധമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അത് 3 ഭാഗമായിട്ടാണ് ഈ പുസ്തകം. ഉറവകൾ, ഉരുവങ്ങൾ, ഉരിയാടലുകൾ. ഉറവകൾ എന്നുള്ളതിൽ ഈ മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കായിരുന്നില്ല. അതിനു മുമ്പ് കേരളത്തിൽ പല വിധത്തിലുള്ള സംഗീത രൂപങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നാടൻ പാട്ടായിട്ടും നമ്മൾ അധ്വാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പാടുന്ന പാട്ടുകളുണ്ടായിരുന്നു. പല ജാതി വിഭാഗങ്ങളുടെയും ഒക്കെ പാട്ടുകളുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ക്ലാസിക്കൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഇപ്പോൾ കഥകളി സംഗീതം പോലത്തെ സോപാന സംഗീതം, ഇത്തരം പല സംഗീത രൂപങ്ങളും സംഗീതധാരകളും ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എങ്ങനെയാണ് ചലച്ചിത്രഗാനം ഉരുവായി വന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം ഈ 1938 ബാലൻ എന്നുള്ള ശബ്ദ സിനിമ വരുന്നത്. അത് തൊട്ട് 2023 വരെയുള്ള ഒരു 25,000 പാട്ടുകളുണ്ട് സിനിമ. അതിൽ നിന്ന് ഒരു തിരഞ്ഞെടുത്ത സാമ്പിളുകൾ വെച്ചിട്ടുള്ള ഒരു 4 വിഭാഗമായിട്ട് തിരിച്ച് 30കൾ, 40കൾ, 50കൾ ഒരു കാലഘട്ടം, 60, 70, 60കൾ 70കൾ ഒരു കാലഘട്ടം, 80കൾ 90കൾ മൂന്നാമത്തെ കാലഘട്ടം, 2000 മുതൽ 2023 വരെയുള്ള ഒരു കാലഘട്ടം. അങ്ങനെ 4ആയി തിരിച്ചുകൊണ്ട് ഈ പാട്ടുകളിൽ എങ്ങനെയാണ് സ്ത്രീ ആവിഷ്കരിക്കപ്പെടുന്നത് എന്നുള്ളൊരു പഠനമാണിത് രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഉരിയാടലുകൾ എന്നുള്ളതിൽ ഒരുപാട് ഈ സംഗീത രംഗത്തുള്ള സ്ത്രീകളുമായിട്ടുള്ള അഭിമുഖ സംഭാഷണങ്ങളുണ്ട്. അതിലൊന്ന് ആദ്യത്തെ സിനിമയിൽ ആദ്യമായിട്ട് പാടിയത് സരോജിനി ആണ്. അവരുടെ ശിഷ്യയായിട്ടുള്ള 6 വയസ്സൊക്കെ ഉള്ളപ്പോൾ പാടിയ വിമല വർമ്മ ഇപ്പോൾ തൃപ്പൂണിത്തറയിലുണ്ട്. അവർക്ക് ഇപ്പോൾ 87, 88 മറ്റോ വയസ്സായി. അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ട്. നിർമാല്യത്തിന് പാടിയ ശ്രീ മഹാദേവൻ തന്നെ പാടിയ പത്മിനി എന്നുള്ള ഗായിക. അങ്ങനത്തെ ഒരുപാട് പേരുടെ സാധാരണ ധാരകളിൽ കാണാത്ത അങ്ങനത്തെ ഒരുപാട് ഗായികമാരുമായിട്ടുള്ള അഭിമുഖ സംഭാഷണങ്ങളാണ് അതിലുള്ളത്. അതുപോലെ നിലപാടുകൾ എന്നുള്ളതിൽ പല കാരണങ്ങൾ കൊണ്ടും, ജാതി കൊണ്ടും നിറം കൊണ്ടും സാമൂഹ്യ അവസ്ഥ കൊണ്ടുമൊക്കെ പിന്തള്ളപ്പെട്ട അല്ലെങ്കിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, നേരത്തെ വിനേഷ് പറഞ്ഞ പോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഇപ്പോൾ അനുഭവങ്ങളുള്ള ഇപ്പോൾ സൈനോര, രശ്മി സതീഷ്, പുഷ്പവതി, അതുപോലെ പ്രസീത എന്ന് പറഞ്ഞിട്ടുള്ള നാടൻ പാട്ടുകാരി, ഇത്തരം ഗായികമാരുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവും അവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന അവരുടെ നിലപാടുകളും ഈ രംഗത്ത് അവർ അനുഭവിക്കേണ്ടി വന്ന വിവേചനങ്ങളുമൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു ഭാഗവുമുണ്ട്. ഇതാണ് ആ പുസ്തകം. സ്ത്രീകൾ വസ്തുവൽക്കരിക്കപ്പെടുന്നു അല്ലെങ്കിൽ ചരക്കുവൽക്കരിക്കപ്പെടുന്ന രീതിയിലേക്കാണ് പണ്ട് മുതലേ പാട്ടുകൾ. ഇപ്പോൾ വയലാറിൻ്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പോലും സ്ത്രീയെ പുകഴ്ത്തുന്നതൊന്നും അല്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ സ്ത്രീ ഒരു ശരീരമായി മാറുന്നതാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ തന്നെയാണ് മലയാളത്തിലുള്ള മിക്ക പാട്ടുകളും ഇറങ്ങിയിട്ടുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അതിന് സത്യം പറഞ്ഞ 2 വശമുണ്ട്. നമ്മളൊരു സ്ത്രീയോട് ഒരു പുരുഷനോ തോന്നുന്ന ഒരു അഭിനിവേശമോ ഒരു സൗന്ദര്യം ത്തിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ്. ആരായാലും നോക്കുമല്ലോ, സ്ത്രീകളെ നോക്കും, സ്ത്രീകൾ പുരുഷന്മാരെ നോക്കും, അതിലൊന്നും പ്രശ്നമില്ല. അതുപോലെ പാട്ടുകളും അത്തരത്തിലുള്ള പ്രണയഗാനങ്ങൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരുന്നിട്ടുണ്ട്. എല്ലാവരും ആസ്വദിക്കുന്ന, ഞാനും ചെറുപ്പം തൊട്ട് ആസ്വദിച്ച് പോകുന്ന പാട്ടുകളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില പാട്ടുകളിൽ വസ്തുവൽക്കരിക്കൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ സ്വഭാവത്തിൽ ഇപ്പോൾ മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണ് ഞാൻ എന്ന് പറഞ്ഞ്, അതുപോലെ പൈനാപ്പിൾ പോലൊരു പെണ്ണ് ബാബുരാജിൻ്റെയൊക്കെ പാട്ടാണ്. അത് തന്നെ ഒരു 25 കൊല്ലം കഴിഞ്ഞിട്ട് പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് വന്നു. അത്തരം ഉപമകൾ ഒരുപക്ഷെ സ്ത്രീകൾക്ക് അത്ര രസിക്കുന്നുണ്ടാവില്ല. പക്ഷെ അതേസമയം ഇപ്പോൾ ONVയുടെയൊക്കെ ഇതിൽ വളരെ ഋതുക്കളുമായിട്ട്, ഇപ്പോൾ എൻ്റെ കടിഞ്ഞൂൽ കഥയിലെ അതിലൊക്കെ നിൻചുടു നിശ്വാസധാരയാം വേനലും നിൻകുളിർ ചൂടിയ ഹേമന്തവും അങ്ങനത്തെയൊക്കെയുള്ള ചില മനോഹരമായിട്ടുള്ള കാൽപ്പനിക ഉപമകളുമുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു പ്രയോഗവും അത് എങ്ങനെയാണത് പാടിയിരിക്കുന്നത് എന്നുള്ളതും സ്ത്രീകളെ പരിഹസിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ അവരെ ഉയർത്തി വെച്ചുകൊണ്ടാണോ അഭിനന്ദിച്ചുകൊണ്ടാണോ അവരുടെ സൗന്ദര്യത്തെ അംഗീകരിച്ചുകൊണ്ടാണോ എന്നൊക്കെയുള്ള ഒരു അതും കൂടി ഇതിൽ വരും. നമ്മളത് ഒറ്റയടിക്ക് എന്താ പറയുക ഒരു രേഖീയമായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ പൊതുവേ അങ്ങനെ ഒരു വസ്തുവൽക്കരണം ഇപ്പോഴാണെങ്കിൽ കമ്പ്യൂട്ടർ പോലെ ഉള്ള അല്ലെങ്കിൽ മറ്റേ മാമ്പഴക്കൂട്ടത്തിലുണ്ട് ബെൻസ് കാറ് പോലെ ഒക്കെയുള്ള സ്ത്രീകൾ. അപ്പോൾ വസ്തു എന്ന് പറഞ്ഞാൽ ശരിക്കും യന്ത്രങ്ങളുമായിട്ടൊക്കെ സ്ത്രീകളെ താരതമ്യപ്പെടുത്തുന്ന പാട്ടുകളുമുണ്ട്. അത് മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ പല ഭാഷകളിലും ഇപ്പോൾ ഹിന്ദിയിലാവട്ടെ തമിഴിലാവട്ടെ ഒക്കെ അത്തരം പാട്ടുകളുണ്ട്. അപ്പോൾ പാട്ടിലൂടെ ഒരു അങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധത ചില പാട്ടുകളിൽ ഒളിച്ചു കടത്തിയിട്ടുണ്ട്. അതിലും അപകടം സത്യത്തിൽ ഇപ്പോൾ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന എന്നൊക്കെ പറയുമ്പോൾ പാട്ട് വളരെ മനോഹരമാണ്. അതിൻ്റെ രാഗം നമ്മളിങ്ങനെ ഏറ്റവും സൗമ്യമായിട്ട് സ്ത്രീ വിരുദ്ധത ഒളിച്ചു കടത്തുന്ന ഒരു പാട്ടാണത്. അതായത് സ്ത്രീകൾ എന്തൊക്കെ ചെയ്യണം, അവിടെ നിന്ന് എന്തൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ആ ഒരു റോളിലേക്ക് സ്ത്രീയെ പൂമുഖവാതിൽക്ക് നിൽക്കുന്ന ഒരു രൂപമായിട്ട് അതിൽ ഒതുക്കിക്കൊണ്ടുള്ള ഒരു പാട്ടാണ്. അതായത് പുരുഷൻ്റെ എല്ലാ സേവനങ്ങളും ചെയ്യുന്ന അതൊക്കെ അതിൽ വരുന്നുണ്ട് വരികൾ. അത്തരമൊരു ഒരിക്കലും എണ്ണ വറ്റാത്ത വിളക്കായിട്ടുമൊക്കെ പറയുന്ന അങ്ങനെയല്ലല്ലോ. സ്ത്രീകൾ വെറും മനുഷ്യ ശരീരങ്ങളാണ്. അവർക്ക് എണ്ണയൊക്കെ വറ്റും, അവർക്ക് ക്ഷീണം ഉണ്ടാവും, അവർക്ക് എപ്പോഴും കുടുംബത്തിന് മുഴുവൻ സേവനം ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ ഒരു സ്നേഹബന്ധത്തിൽ മ്യൂച്വലായിട്ടുള്ള പുരുഷനും സ്ത്രീയും കുടുംബത്തിലുള്ള മ്യൂച്വലായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൽ ഒരു അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതൊക്കെ നിൽക്കുന്നത്. അതായത് സ്ത്രീ മാത്രം ഇതെല്ലാം സഹിച്ച് മറ്റേ ആൾ വരുമ്പോൾ സ്വീകരിച്ച് പൂമുഖവാതിൽക്കൽ ചിരിച്ച് നിൽക്കുക എന്ന് പറയുന്ന ഒരു രൂപം തന്നെ സൗമ്യമായിട്ടുള്ള ഒരു സ്ത്രീവിരുദ്ധതയാണ്. നല്ല രാഗത്തിലൊക്കെ ഒരു പാട്ട് ചെയ്ത് അതിൻ്റെ ലിറിക്സ് ഇങ്ങനെ ആവുമ്പോൾ ഉള്ള ഒരു ഇതാണ് അത്. സിവിൽ എഞ്ചിനീയർ ആയിരുന്നു, അവിടുന്ന് റിട്ടയർ ചെയ്തതാണ്. ആ കാലഘട്ടത്തിൽ തന്നെ പാട്ടും ആദ്യം എഴുതിയത് ഭൗമചാപം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമിയെക്കുറിച്ചുള്ള പുസ്തകമാണ്. ആകെ 2 പുസ്തകമാണ് എഴുതിയത്. 3ാമത്തെ പുസ്തകം ഇപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണെന്ന് തോന്നുന്നു. അല്ല, വന്നു പി ഭാസ്കരൻ്റെ. അപ്പോൾ ഈ 2 പുസ്തകം എഴുതിയപ്പോൾ തന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ തേടിയെത്തുകയും അറിയപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഭൗമചാപം ശരിക്കും ഭൂമിയെക്കുറിച്ചുള്ളതാണ്. അത് വലിയ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ ലഭിച്ചു. ഇപ്പോൾ 2ാമത്തെ പുസ്തകത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ ചലച്ചിത്ര പുരസ്കാരം കൂടി തേടിയെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മാറ്റം യഥാർത്ഥത്തിൽ ഈ ഒരു എഞ്ചിനീയറിൽ നിന്ന് എഴുത്തുകാരിയിലേക്കുള്ള ഒരു മാറ്റം എങ്ങനെയായിരുന്നു? സത്യത്തിൽ പാട്ട് എൻ്റെ കൂടെ ചെറുപ്പം തൊട്ടേ ഉണ്ട്. ഏകദേശം ജനിച്ചത് മുതൽ എന്ന് തന്നെ പറയാം. പാട്ട് കേൾക്കുന്ന ഒരു ശീലം വീട്ടിലുണ്ടായിരുന്നു. അച്ഛൻ പാടുമായിരുന്നു. വീട്ടിലെല്ലാവർക്കും പാട്ടിനോട് ഇഷ്ടമാണ്. അപ്പോൾ അന്ന് നമുക്ക് ആകെ പാട്ട് കേൾക്കാനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് റേഡിയോ ആണ്. അപ്പോൾ റേഡിയോ ഫുൾ ടൈം വീട്ടിലുണ്ടാവും. അങ്ങനെ റേഡിയോന്ന് പാട്ട് കേട്ട് ചലച്ചിത്ര ഗാനങ്ങളും പിന്നെ അച്ഛനിൽ നിന്ന് കുറച്ച് കർണാടക സംഗീതവും അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഞാൻ ഇരിഞ്ഞാലക്കുടയിലായിരുന്നു എൻ്റെ ചെറുപ്പം. അപ്പോൾ അവിടെ ഒരുപാട് ക്ഷേത്രകലകളുടെ ഒരു സ്ഥലമാണ്. അപ്പോൾ ചെറുപ്പം തൊട്ടേ കൂടൽമാണിക്യ ക്ഷേത്രത്തിലും അവിടെ അടുത്തുള്ള കലാനിലയത്തിലുമൊക്കെ ഈ കഥകളി, അതുപോലെ ഉത്സവകാലത്ത് ഓട്ടംതുള്ളൽ, ചീതങ്കൻതുള്ളൽ, അങ്ങനത്തെ കലാരൂപങ്ങൾ, കൂടിയാട്ടം, അങ്ങനെ ചെറുപ്പം തൊട്ട് അത്തരം കലാരൂപങ്ങളുമായിട്ടുള്ള ഒരു പരിചയവും അതിനെ ആസ്വദിക്കാനുള്ള ഒരു കഴിവും ഒക്കെ ഉള്ളതുകൊണ്ട് സംഗീതം എന്നും മനസ്സിലുണ്ടായിരുന്നു. പുസ്തകം ഇപ്പോൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. സംഗീതാസ്വാദനം എന്നും ഉണ്ടായിരുന്നു. രാജ്യം തന്നെ അറിയപ്പെടുന്ന ഒരു CS വെങ്കടേശ്വരൻ്റെ സഹോദരിയാണ്. അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര നിരൂപകനും ചലച്ചിത്ര പ്രവർത്തകനുമാണ് അദ്ദേഹം എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകും ഈ ഒരു മാറ്റത്തിലേക്ക്? മാറ്റം എന്ന് പറഞ്ഞൂടാ. എനിക്ക് ശാസ്ത്രവും സംഗീതം എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ആ പുസ്തകം എഴുതുമ്പോൾ ഇതുപോലെ ഒരുപാട് അന്വേഷണങ്ങൾ, ഒരു ജിജ്ഞാസയുടെ ഒക്കെ പേരിൽ വന്ന ഒരു പുസ്തകമാണ് ഭൗമചാപം. സംഗീതം ഈ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ എന്നും അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു സിനിമയുടെ എന്താ പറയുക, അപ്പോൾ ഒരുപക്ഷെ ചെറുപ്പത്തിൽ ആണുങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ അവർക്ക് പോകാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അക്കാലത്ത് ഞാൻ പറയുന്ന ഒരു 50-60 കൊല്ലം മുമ്പ് സിനിമയ്ക്ക് പോകാൻ പറ്റാത്തൊരു സ്ത്രീ, ഒരു പെൺകുട്ടി എന്ത് ചെയ്യും? പാട്ട് കേൾക്കും വീട്ടിലിരുന്ന്. ആ പാട്ടിൽ തന്നെ നമ്മൾ സിനിമയൊക്കെ കാണുന്നുണ്ട്. റേഡിയോയിലൊരു പാട്ട് കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും നസീർ ഷീലയുടെ പിന്നിൽ പോയി പാട്ട് പാടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മധു ചിത്രം വരച്ചുകൊണ്ട് എങ്ങനെയായിരിക്കും ഇത് പാടിയിട്ടുണ്ടാവുക. നമ്മളിതിൻ്റെയൊക്കെ വിഷ്വൽസ് കാണുന്ന TV വന്ന പിന്നെയല്ലേ, ഈ പഴയ സിനിമകളുടെ. പലപ്പോഴും സിനിമയ്ക്ക് പോകാൻ പറ്റാത്തപ്പോൾ നമ്മൾ പാട്ട് കേൾക്കുക. അങ്ങനെ പാട്ടിനോടുള്ള ഒരു പ്രതിപത്തി ഉണ്ടാവുകയും തീർച്ചയായിട്ടും ചേട്ടൻ്റെ വർക്കുകളും ചേട്ടൻ്റെ ഒരു എന്താ പറയുക സ്വാധീനവും ഒക്കെ എൻ്റെ ഒരു ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് എഴുത്തിലായാലും നിശിതമായിട്ടുള്ള വിമർശനത്തിലായാലും ഒക്കെ ചേട്ടൻ എന്നെ ആ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്.
ഇപ്പോൾ പി ഭാസ്കരൻ്റെ പാട്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുസ്തകമാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി റിലീസ് ചെയ്തിട്ടുള്ളത്. ഇനി എങ്ങനത്തെ ഒരു പുസ്തകം എഴുതാനാണ് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ശാസ്ത്രം എഴുതിയിരിക്കുന്നു, രണ്ടാമത് പാട്ടിനെക്കുറിച്ച്, മൂന്നാമതും പാട്ടുകാരനെക്കുറിച്ചാണ്. ഇനി എങ്ങനെ ഒരു പുസ്തകമാണ് മനസ്സിലുള്ളത്? ഇനി ഒരു ശാസ്ത്ര നോവൽ പോലെ ഒരെണ്ണമാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒന്ന് പ്രളയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം ഇത്തരം കാര്യങ്ങളുള്ള ഒരു പുസ്തകമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. അത് കുറേയൊക്കെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് ഏത് രൂപത്തിലത് വേണം എന്നൊക്കെയുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക, അത്തരം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഇപ്പോൾ ഞാൻ കൂടെ താമസിക്കുന്ന അജിത് കുമാർ എന്നുള്ള എൻ്റെ ജീവിത പങ്കാളി, അതുപോലെ എൻ്റെ മക്കൾ, ഇവർക്കും പലതരത്തിലുള്ള പാട്ടുകളോട് എനിക്ക് ഒരു എക്സ്പോഷർ കിട്ടിയത് ഇവരിൽ നിന്നൊക്കെയാണ്. ഇപ്പം എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ അവരുടെ പാട്ടെന്ന് പറയുന്നത് അവർക്ക് പഴയ പാട്ടുകൾ അറിയാം, അന്താക്ഷരിയൊക്കെ കളിക്കുമ്പോൾ. പക്ഷേ അവർ വെസ്റ്റേൺ മ്യൂസിക്കും അല്ലെങ്കിൽ ഹിന്ദി പാട്ടും അങ്ങനത്തെ പാട്ടുകളും കൂടി എനിക്ക് പരിചിതമായത് അവരിലൂടെയാണ്. അപ്പോൾ എനിക്ക് ആ കുടുംബാംഗങ്ങളോടും കൂടി എനിക്ക് നന്ദി പറയാനുണ്ട്. കോഴിക്കോടിൻ്റെ ഒരു പാട്ട് പാരമ്പര്യം അറിയാലോ. ഗസലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പാട്ടുകൾക്ക് വലിയ സാധ്യതയുള്ള സ്ഥലവും പാട്ടുകാരുള്ള സ്ഥലവുമാണ് കോഴിക്കോട്. വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടില്ലേ? അതെ, തീർച്ചയായിട്ടും. കോഴിക്കോട് സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെയും അതിൻ്റെ സാധിച്ചതിലുള്ള ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവിടെ എന്നെന്ന് പറഞ്ഞ പോലെ ടൗൺ ഹാളിൽ പണ്ട് ടാഗോർ ഉള്ളപ്പോൾ അവിടെയും ഒക്കെ പാട്ടിൻ്റെ പരിപാടി ഉണ്ടാവും. എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ മലപ്പുറത്തൊക്കെ വർക്ക് ചെയ്തിട്ട് ട്രെയിൻ ഇറങ്ങി 6:30 വന്നിട്ട് ഞാൻ ടൗൺ ഹാളിൽ ഒരു പാട്ട് പരിപാടി ഉണ്ടെങ്കിൽ അതും കൂടി കേട്ടിട്ടാണ് വീട്ടിലേക്ക് വരിക. പാട്ടിൻ്റെ പരിപാടികൾ ലൈവായിട്ടുള്ളത് മിസ്സാക്കാറേ ഇല്ല. ഒന്നാമത് ഇവിടുത്തെ ഓർക്കസ്ട്ര, കോഴിക്കോടുള്ള ഓർക്കസ്ട്ര പോലെ പഴയ പാട്ടുകൾ, ബാബുരാജിൻ്റെ പാട്ടുകൾക്കൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ട് ഞാൻ വളരെ വലിയ പാട്ട് പരിപാടികളും കണ്ടിട്ടുണ്ട് പുറത്ത്, കേരളത്തിൻ്റെ പുറത്ത്. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് വളരെ ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് കേരളത്തിലുള്ള പാട്ട് പരിപാടി. അതുപോലെ തന്നെ കുറേ ഗ്രൂപ്പുകളുണ്ട് എനിക്ക്. ഭൈരവി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പാട്ട് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ലെറ്റ് അസ് സിംഗ് ടുഗദർ, ഇപ്പോൾ വി ടി മുരളിയേട്ടൻ ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പുണ്ട്. അതുപോലെ ഒരുപാട് പാട്ട് ഗ്രൂപ്പുകളിലും അംഗമാണ്. അവരുടെയൊക്കെ തന്നെ ഒരു പ്രചോദനമുണ്ട്. നമ്മളൊരു ആശയം പറയുമ്പോൾ അതിനോട് കൂട്ടിച്ചേർക്കാനും അതിനെ തിരുത്താനും ഒക്കെ കഴിവുള്ള, ഇപ്പോൾ ബാലമുരളി, ഷാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പേര് എനിക്ക് പാട്ട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ എന്തെങ്കിലും എഴുതിയാലും അവരോടാണ് ആദ്യ അഭിപ്രായം. കാരണം അവർ പാട്ടിൻ്റെ എൻസൈക്ലോപീഡിയ പോലെയാണ്. എനിക്ക് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അവരത് ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്തു തരാറുണ്ട്. എന്തായാലും നമുക്കറിയാം, CS മീനാക്ഷിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തേടിയെത്തിയത് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അവരതിനെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. ഇനിയും കൂടുതൽ പുരസ്കാരങ്ങൾ അവരെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.